ഇപ്പോൾ നമ്മുടെ കുട്ടിക്കാലത്ത് കഥകൾക്കൊന്നും ഒരു പഞ്ഞമില്ലാത്ത കാലമല്ലേ. അപ്പോൾ അതുപോലെ കേട്ട നടന്ന ഒരു സംഭവമാണ് കേട്ടോ ഇത്. അത് എൻ്റെ നാട്ടിലാണ്, ഗ്രാമത്തിൽ. അപ്പോൾ എൻ്റെ അയൽവക്കത്താണ്, അവരുടെ ഒരു കുടുംബമാണ്. എൻ്റെ അയൽവക്കത്ത് ഒരു അമ്മൂമ്മയുണ്ട്. അപ്പോൾ അവരുടെ ചെറുപ്പകാലത്ത് നടന്ന ഒരു സംഭവം. അപ്പോൾ അമ്മൂമ്മയുടെ പേര് മീരി എന്നാണ് കേട്ടോ. പണ്ടൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ മാമ്പഴം സീസൺ ആകുമ്പോൾ അത് രാവിലെ എഴുന്നേറ്റ് ഓടൂല്ലേ. എന്തിനാണ്, എല്ലാവരും വരുന്നതിന് മുൻപ് നമുക്ക് മാമ്പഴം പോയി പെറുക്കിയെടുത്തിട്ട് വരണം. അപ്പോൾ അതുപോലെ നമ്മുടെ അമ്മച്ചി ഒരു മാമ്പഴം പറക്കാൻ പോക്കുണ്ട്. കുറച്ച് ദൂരം അങ്ങ് പോകണം. അപ്പോൾ നേരെ പുര വെളുക്കണ മുന്നേ അമ്മച്ചി കൊട്ടയും വട്ടിയൊക്കെ ആയിട്ട് അങ്ങനെ മാമ്പഴം പറക്കാൻ പോവാണ്. ഒരു തോട്ടവും ഒരു പാലവും ഒക്കെ കടന്നിട്ട് വേണം പോവാൻ. അപ്പം എന്ന് വെച്ചാൽ കുറച്ച് ദൂരം നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം അങ്ങ് പോകണം. ഒരു മാമ്പഴ തോട്ടമാണ്. അപ്പോൾ അമ്മച്ചി തോട്ടത്തിലെത്തി നോക്കിയപ്പോൾ ഉണ്ടടാ, അവിടെയൊക്കെ നിറയെ കൂന് കൂട്ടി മാമ്പഴം എടുത്ത് വെച്ചേക്കണം. അപ്പോൾ നമ്മൾ എളുപ്പത്തിൽ എടുത്തിട്ട് വരാൻ പാകത്തിന് മാമ്പഴം എടുത്ത് ഇങ്ങനെ ആൾക്കാർ കൂട്ടി കൂട്ടി വെക്കില്ല, അതുപോലെ എടുത്ത് വെച്ചേക്കണം. അപ്പം അമ്മച്ചി ഓർത്തിയത് ആര് വന്നു വന്നാലും എന്നും ഞാനാണല്ലേ വരുന്ന ആദ്യം, എന്നാലും ഇതാരായിരിക്കും. ശരി, അമ്മച്ചി അങ്ങനെ ആലോചിച്ചിട്ട് എന്നാൽ ശരി ആരും ഒട്ടും അടുത്ത് കാണുന്നുമില്ല, എന്നാൽ ഒന്ന് വിളിച്ചു നോക്കിയേക്കാന്ന് ഓർത്തിട്ട് അമ്മച്ചി വിളക്കൊക്കെ എടുത്തിട്ട് ചുറ്റിനും നടന്ന് നോക്കുവാണ് കേട്ടോ. ചുറ്റിനും നടന്ന് നോക്കി, ഇരുട്ടാണല്ലോ, നേരം വെളുത്ത് വരണേ ഉള്ളൂ. അപ്പോൾ ആരെയും കാണണില്ല. എന്നാലും ഇതാരായിരിക്കും, കാണുന്നില്ല. അപ്പം അമ്മച്ചി വിളിച്ചു ചോദിക്കാം, വിലാസിനി ലളിതയെ. കാരണം വിലാസിനി ലളിതയൊക്കെയാണ് ഇവിടെ നേരത്തെ നമ്മൾ മാമ്പഴം എടുക്കാൻ വരാറ്. അപ്പോൾ അമ്മച്ചി വിളിച്ചു നോക്കുന്നുണ്ട്, ആരാടി ഇന്ന് ആദ്യം വന്നേന്ന്. ആരും സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല. ശരി, അമ്മച്ചി അടുത്ത് എന്നായാലും വന്നത് വന്നു, ഇവിടെ കൂട്ടി വെച്ചിട്ടുണ്ട്. അവർ ചിലപ്പോൾ കൊട്ട എടുക്കാനൊക്കെ മറന്നു പോയിട്ടുണ്ടാവും, തിരിച്ചു പോയിട്ടുണ്ടാവും വന്നിട്ട് എടുക്കാമെന്ന് ഓർത്ത്. ഇപ്പോൾ കിട്ടിയതായി, ഞാൻ കിട്ടിയതെല്ലാം എടുത്തിട്ട് നമ്മൾ പോയേക്കാന്ന് ഓർത്ത് കിട്ടിയതൊക്കെ അമ്മച്ചി എല്ലാം എടുത്ത് അവിടെ കൂട്ടി വെച്ചിരുന്ന എല്ലാ കൂന് കൂട്ടി വെച്ചിരുന്ന എല്ലാ മാമ്പഴവും എടുത്ത് കൊട്ടയിലിട്ടിട്ട് വെളിച്ചമൊക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരുവാണ്. അപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് നടക്കാനുണ്ടല്ലോ, കുറച്ച് ദൂരം നടക്കാനുണ്ട്. അപ്പോൾ അമ്മച്ചി നടന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ തടിപ്പാലത്തിലെത്തി. അമ്മച്ചി തടിപ്പാലത്തിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ ഉണ്ട് അമ്മയ്ക്ക് എന്തൊക്കെയോ ഒരു അസ്വാഭാവികത തോന്നുന്നു. അപ്പോൾ കൊട്ടയിൽ ഭയങ്കര കനം കൂടണ പോലെ. അപ്പോൾ കൊട്ടയിൽ നിന്ന് ആരോ അങ്ങനെ പറയണ്ട, എടി മോളെ മേരി നീ സൂക്ഷിച്ചു പോണേടിന്നൊരു സൗണ്ട്. അമ്മച്ചി ഉണ്ടേ കൊട്ടയും വട്ടിയൊക്കെ എടുത്തിട്ട് പടക്കുമെന്നും പറഞ്ഞൊരു ഈറും കൊടുത്തു. കിട്ടിയ തക്കത്തിന് എന്ത് ചെയ്തു, കിട്ടിയ തക്കത്തിന് ബാക്കിയുണ്ടായിരുന്ന കൊട്ടയും മാമ്പഴമൊക്കെ എടുത്തുകൊണ്ട് ഓട്ടായിരുന്നു ഒന്ന് വീട്ടിലേക്കെന്ന് പറഞ്ഞ്. പണ്ടത്തെ കാലത്തൊക്കെ ഇങ്ങനെ പറയില്ലേ, മറുതയോ മാടനോ കാടനോ അങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവങ്ങളുണ്ടല്ലോ. പണ്ടത്തേതെല്ലൊരു മിത്തായിരിക്കും, എന്നാലും അതെന്തെങ്കിലും കൂട്ടി വെച്ചതാകാം എന്നാണ് അവർ പറയുന്നത്. എനിക്കറിയത്തില്ല കേട്ടോ. നമ്മൾ കേട്ട കഥയാണ്, അവരനുഭവിച്ച ഒരു സംഭവമാണ്. അപ്പോൾ നമ്മളതൊക്കെ നമ്മുടെ ചെറുപ്പകാലത്ത് കേൾക്കുമ്പോൾ നമുക്കതൊക്കെ ഒരു ഭയങ്കര ആകാംക്ഷയാണല്ലോ. അതാണ് ഇതൊരു ചെറിയൊരു അനുഭവം കഥ.